എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അർമേനിയ ട്രിപ്പിലെ വിശേഷങ്ങളാണ്. ഇത് ഓഗസ്റ്റ് മാസം 2025 നടന്നൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്യാനായിട്ട് ടൈം കിട്ടിയത്. എൻ്റെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കിയിരിക്കും യൂട്യൂബിൽ. നല്ലതും നടക്കട്ടെ. ഞങ്ങൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അർമേനിയക്ക്. അർമേനിയനെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി അഡോപ്റ്റ് ചെയ്ത ഫസ്റ്റ് നാഷൻ. പിന്നെ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബ്രീഫ് ചെയ്യാം. അർമേനിയ, റിപ്പബ്ലിക് ഓഫ് അർമേനിയ. നമ്മളെത്തുന്നത് യാരവനിലാണ്. പിന്നെ ഡ്യൂറേഷൻ വരുന്നത് 3 hours 15 minutes ആണ്. പോകാനായിട്ട് എമിറേറ്റ്സ് ഐഡി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിസ നടയിലാണ്. നമ്മളെ സ്വീകരിക്കാൻ വന്നത് ഗോറായിരുന്നു. പിന്നെ അതിൻ്റെ ഡ്രാം അർമേനിയൻ ഡ്രാമാണ് നമ്മളിവിടെ നിന്ന് ഡോളർ ആക്കി കൊണ്ടുപോയത്. ഡോളർ അവിടെ എയർപോർട്ടിൽ നിന്ന് ഡ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തത്. സിറ്റി ടൂർ ആയിരുന്നു ആദ്യത്തെ ദിവസം. അപ്പം നമ്മൾ ഫുൾ അന്നത്തെ ദിവസം സിറ്റിയിൽ കറങ്ങിയാണ് ചെയ്തത് അല്ലേ. നമ്മൾ ഉച്ചയോടുകൂടി അവിടെ എത്തിയായിരുന്നു. ഇത് ഈ കാണുന്ന ബിൽഡിങ് നമ്മൾ ലാസ്റ്റ് ദിവസം പോയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ പിന്നീട് പറയാം. ഇതിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തി. അതൊരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു അതിൻ്റെ പേര്? ഏട്ടനത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞങ്ങൾ നോക്കിയപ്പോൾ അതൊക്കെ പറഞ്ഞുതരാം. എന്തായാലും അടിപൊളി പ്ലേസ് ആയിരുന്നു. ഞാൻ ആദ്യം ഫസ്റ്റ് തന്നെ ചെന്ന് കയറിയത് ഇത്രയും പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മൾ ഈ നാട്ടിലെ മീൻസ് കേരളത്തിലല്ലേ കണ്ടിട്ടുള്ളൂ ഇത്രയും അരുവികളും പച്ചപ്പും ആ ഒഴുക്കും കിളികളുടെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു പ്ലേസ് ആയിരുന്നു അത്. ഭക്ഷണം അതുപോലെ സൂപ്പറായിരുന്നു കേട്ടോ. ഭക്ഷണം റെസ്റ്റോറൻറ്റിൻ്റെ പേര് യാരവാൻ തവേന്നാണ്. അത് ഇത്തിരി ജസ്റ്റ് ഉള്ളിലേക്ക് നീങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് സിറ്റി ടൂർ എന്ന് പറഞ്ഞാൽ സിറ്റി ടൂർ കാസ്കേഡ് അങ്ങനെയുള്ള ഏരിയ മദർ ഓഫ് അർമേനിയ കറങ്ങാനാണ്. അപ്പോൾ ആ പോകുന്നതിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു അത്. സ്റ്റേജൊക്കെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ചുമന്ന കളർ കാണാം. പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് അതാണെന്ന് പറഞ്ഞത്. സിറ്റിയിലുള്ള ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് അതാണെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ആക്ച്വലി അവിടെ റൂം എന്താണെന്ന് നോക്കിയത് ചെയ്തു. കാരണം റൂം എന്തെങ്കിലും അവിടെ താമസിക്കുക. പക്ഷേ അവർ പറഞ്ഞാൽ റൂംസ് ഇല്ല. അവർ ശരിക്കും ഒരു നൈറ്റ് പാർട്ടി സെറ്റപ്പാണ്. ഇപ്പം നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ റിപ്പബ്ലിക് സ്ക്വയർ എന്ന് വെച്ചാൽ അവരുടെ മെയിൻ ഒരു അർമേനിയയുടെ മെയിൻ പരേഡുകളും മെയിൻ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്ന സ്ഥലവും റിപ്പബ്ലിക് സ്ക്വയർ. അതിൻ്റെ 4 സൈഡിൽ 4 വലിയ ബിൽഡിങ്സ് ഉണ്ട്. ഒന്ന് നാഷണൽ ആർട്ട് ഗാലറി, ഒന്ന് മാരിയറ്റ് അർമേനിയ ഹോട്ടൽ, ഒന്ന് ഗവൺമെൻറ് ഹൗസ്, പിന്നെ ഒരു മ്യൂസിയം. ഇവിടെ നമ്മൾ 2 രാത്രി കറങ്ങിയിട്ടുണ്ട്. ഫൗണ്ടൻ ടൈമിങ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഫൗണ്ടൻ മിസ്സായി. പക്ഷെ 9 o'clock നമ്മൾ വെയിറ്റ് ചെയ്ത് കാണാൻ പറ്റിയില്ല. അതെന്തായാലും അതിൻ്റെ വീഡിയോസ് പിന്നീട് വരാം. മദർ ഓഫ് അർമേനിയ അത് നമ്മൾ സെക്കൻഡ് ആയിട്ടാണ് പോയത്. ഫസ്റ്റ് നമ്മൾ പോയത് കാസ്കേഡ് അർമേനിയാണ്. കാസ്കേഡ് അർമേനിയ 1970s 80s ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത സംഭവമാണ്. അത് ഇവരുടെ ഒരു കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യാനും ആർട്ട് ഹബ്ബൊക്കെ ആയിട്ടാണ് അവർ ഉണ്ടാക്കിയത്. പക്ഷേ അത് നല്ലൊരു കൺസെപ്റ്റാണ്. പിന്നെ അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. അവിടെ എല്ലാവരും നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ്. അത് എനിക്കൊരു സെൻറ്റർ ഓഫ് ആർട്ട് അല്ലേ. ആർട്ടിൻ്റെ ഒരു എന്താ പറയുക. അതേപോലെ എനിക്ക് ഒന്നുകൂടി ഫീൽ ചെയ്ത് നമ്മൾ മദർ ഓഫ് അർമേനിയയിലേക്ക് പോകുമ്പോൾ ഇതൊരു മലയെ ഇറങ്ങി വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ മുകളിലേക്ക് പോകുമ്പോൾ ഇതേപോലെ തന്നെ എന്തോ ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ ചോദിക്കും വർക്ക് കിടക്കുന്ന പോലെ. അതേപോലെ ഇത് കണ്ടാൽ നമുക്ക് തോന്നും ഇത് മുഴുവനായിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിന് ആക്ച്വലി അതിൻ്റെ പണി കഴിയാത്ത പോലെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്തത്. വ്യൂ പിന്നെ വാട്ടർ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തെത്തി. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒത്തിരി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റെയർ കേസ് ഇറങ്ങും തോറും ഓരോ നിലകളിലായിട്ടും ഓരോരോ രൂപങ്ങളല്ലേ. ഇപ്പം നമ്മൾ ഓരോ സൈഡിലും ഇപ്പോഴത്തെ ഒരാളുടെ കാലിൻ്റെ രൂപം, പിന്നെ കൈയുടെ രൂപം, അതുപോലെ ഷൂവിൻ്റെ രൂപം, ഇതൊക്കെ വലിയ വലിയ നമ്മൾ കാണുന്ന പോലെ ചെറുതല്ല, ഒരാളിലും വലുതാണ് ഈ ഷൂ ഒക്കെ. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എസ്കലേറ്റർ വളരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ
ഈ കാണുന്ന രൂപങ്ങളെല്ലാം തന്നെ വളരെ വലുതാണ്. ഇപ്പോൾ ചെയേഴ്സിൻ്റെ രൂപം, പിന്നെ നമ്മുടെ ഷൂസ്, അങ്ങനെ ഓരോ നിലകളിലും ഓരോ തരത്തിലുള്ള രൂപങ്ങൾ. ഇതിനൊരു കുറേ നാളത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇവർ ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 90s 70s മുതലുള്ള ഇവരുടെ എഫർട്ടാണ്. ഓരോ എസ്കലേറ്ററിൻ്റെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കഴിയുമ്പോൾ അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ താഴത്തെത്തി കഴിഞ്ഞാലും കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അത്യാവശ്യം റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ പാർക്ക് പോലെ നേരെ നടന്നു പോകാനുള്ള കുറച്ച് ഏരിയകളുണ്ട്. അതിൻ്റെ സൈഡുകളിലൊക്കെ എനിക്ക് തോന്നുന്നു മുന്തിരി വള്ളികൾ ഉണ്ടായിരുന്നു. മുന്തിരി ചെടി ഉണ്ടായിരുന്നു. മുന്തിരിയൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി മുകളിൽ നിന്ന് കഴിച്ചതായിരുന്നല്ലോ. പിന്നെ ഈ ഫൗണ്ടെയിൻ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഇപ്പം എല്ലായിടത്തും വെള്ളം കുടിക്കാനായിട്ട് ഒരു ചെറിയൊരു പൈപ്പും. നമ്മൾ മുകളിൽ വന്നിറങ്ങിയ പോലെ തന്നെ താഴത്തും നമുക്ക് വന്നിറങ്ങാം. വണ്ടികൾ ഉണ്ട്, റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് പോയിരുന്നു. അവിടെ കണ്ട നമ്മൾ പക്ഷെ അത് അറിയില്ലായിരുന്നു. നമ്മൾ മുകളിൽ ഇറങ്ങിയിട്ട് താഴേക്ക് നടന്നു. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ മദർ ഓഫ് ഹർമേനി എത്തി. കാസ്കേഡ് കഴിഞ്ഞ് മദർ ഓഫ് ഹർമേനി എത്തി. ഇത് മദർ ഓഫ് ഹർമേനിൻ്റെ അടിയിൽ തന്നെ ഒരു ജയിലൊക്കെ പോലെ, അത് ക്ലോസ്ഡ് ആണ് കേട്ടോ. നമ്മൾ കാണാൻ ഇതിന് നമ്മൾക്ക് ഇതാണ് 52 meters അത്രയും പൊക്കമുള്ള ഹൈറ്റുള്ള. പിന്നെ അത് നോക്കണ്ട, അതൊരു മലയുടെ മുകളിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരി ഏകദേശം ടൗണിൻ്റെ കുറേ ഭാഗങ്ങളിൽ നോക്കിയാൽ ഈ സാധനം ഇത് കാണാം, മദർ ഓഫ് ഹർമേനി കാണാം. നമ്മൾ വരുമ്പോൾ കാടിൽ നിന്ന് ജസ്റ്റ് ഒരു മിന്നൽ പോലെ കണ്ടിരുന്നു. പിന്നെ അവിടെ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപമുണ്ട് എപ്പോഴും. അതവരുടെ എന്തോ മീൻസ് മെമ്മോറിയൽ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. പിന്നെ അവിടെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ചെന്ന ടൈം വൈകിയോ എന്താണോ മ്യൂസിയം ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല.
അത് കഴിഞ്ഞ് മദർ ഓഫ് അർമേനിയ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി, ജനസൈഡ്, അർമേനിയൻ ജനസൈഡ് കോംപ്ലക്സ്. അവിടെയും ഇതേപോലെ തന്നെ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്വീപുണ്ട്. അവിടെ കുറേ പേരുടെ മെമ്മറീസ് എന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായ വിപ്ലവങ്ങൾ ഉണ്ടായതും ഭയങ്കര കൂട്ടക്കുരുതികൾ ഉണ്ടായ ഒരു സ്ഥലമാണ് അർമേനിയ. അപ്പോൾ ഫസ്റ്റ് ദിവസം ശരിക്കും കഴിഞ്ഞാൽ നമുക്ക് അത് സിറ്റി ടൂറിൽ കംപ്ലീറ്റ് ഇങ്ങനത്തെ കഥകളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഒരു നെഗറ്റീവ് തോന്നും നമുക്ക്. ഇവിടെ വരുന്നവരെല്ലാം തന്നെ ഒരു ഇമോഷണലി, ഏത് അർമേനിയൻ നാഷൻസ് വരുന്നത് ഒരു നമ്മൾ പോകുന്ന പോലെ ഒരു ടൂറിന് അല്ലെങ്കിൽ കാണാനല്ല, അവർ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുന്നുണ്ട് ഈ സ്ഥലങ്ങളിൽ പോയി കാണുന്നവർ. ഈ ഓരോ മരങ്ങളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അവരുടെ നെയിം, പിന്നെ ഓരോ ഇവിടെ സന്ദർശിക്കുന്ന ഓരോ വലിയ വലിയ വ്യക്തികൾ ഇവർക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും മുമ്പിൽ ഓരോ ഫലകങ്ങളുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എനിക്ക് തോന്നിയത് ഓരോ വ്യക്തി മീൻസ് ഓരോ മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ടും അവിടെ ഓരോ മരങ്ങൾ. ഇത് ഓപ്പൺ ചെയ്തത് 1995 ഇതിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഏരിയയിലൊക്കെ ഉള്ളതൊക്കെ മിക്കവാറും ഓരോ വിശിഷ്ട വ്യക്തികൾ വന്നവർ അല്ലെങ്കിൽ ഓരോ ഫാമിലീസ് ഒക്കെ ഓരോ മരങ്ങൾ ഇതേപോലെ വെച്ച് പിടിപ്പിച്ച് അതിങ്ങനെ പരിപാലിച്ച് പോകുന്നു. അതാണ് എനിക്ക് തോന്നിയത് ഒരു 100 മീറ്ററിൽ അധികം നല്ല ഏരിയ ഉണ്ട്. അത് കുറേ ഏരിയ ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സിറ്റി ടൂർ. മറ്റേത് ശരിക്കും സിറ്റിയുടെ അടുത്തുള്ള ഏരിയകളായിരുന്നു. സിറ്റി ടൂറിൽ നമ്മൾ റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ അടുത്തേക്കുള്ള വഴിയിലെത്തി. അവിടെ നമ്മളൊരു പാർക്ക് പോലെ ഉണ്ട്. ആ ഏരിയ 2750th ആനിവേഴ്സറി പാർക്ക് എന്നാണ് ഈ ഏരിയ പറയുന്നത്. ഇത് നമ്മൾ രാത്രി പോയിട്ടുണ്ട്. രാത്രി പോയ വ്യൂ ഒന്ന് വേറെയാണ്. ഇതിപ്പോൾ അത്ര ലൈവല്ല. പകല് കണ്ടൊരു വ്യൂ വ്യത്യാസവും രാത്രി കണ്ടൊരു വ്യൂ വ്യത്യാസം. ഞങ്ങൾ എവിടെ പോകുമ്പോഴും നമ്മൾ രാത്രി ഒത്തിരി നടക്കാറുണ്ടല്ലേ, കാരണം അപ്പോഴാണ് ആ ഒരു സിറ്റിയുടെ ഫുൾ നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഈ വീഡിയോൻ്റെ എൻഡിലുണ്ട് ആ രാത്രി യാത്ര. ഇത് ഈ റിപ്പബ്ലിക് സ്ക്വയർ എത്തുന്നതിനും മുമ്പുള്ള കുറച്ച് ഏരിയ. അത് ഒരു പാരലായിട്ട് നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും റോഡ് നടുക്ക് ഒരു ഏകദേശം 50-60 മീറ്റർ ഉണ്ടാവുമായിരിക്കും. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഡ്രിങ്ക്സ് എല്ലാം ഫുഡ് എല്ലാം സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ നടുക്ക് ഫൗണ്ടൻ ഉണ്ട്. പിന്നെ പ്രധാന കാര്യം പറഞ്ഞില്ല, ടെമ്പറേച്ചർ ഏകദേശം ഒരു 22 ഒക്കെ ആയിരുന്നു നമ്മൾ ചെല്ലുമ്പോഴും. 22 ചിലപ്പോൾ 18 ആയിട്ടുണ്ടായിരുന്നു. എന്നാലും പകല് 22-18 റേഞ്ച് ആയിരുന്നു. അത് നൈറ്റ് അതിലും കുറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പം നമുക്ക് ചൂടില്ല, എന്നാലും പിന്നെ ഈ ഫൗണ്ടൻ്റെ വെള്ളം കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു ക്ഷീണം അറിയാത്തൊരു അവസ്ഥയായിരുന്നു അല്ലേ? ക്ഷീണം അറിഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ വീഡിയോയിൽ ഞാൻ പെട്ടില്ല എന്നുള്ളൊരു സങ്കടം മാറ്റാനായിട്ട് ഞാൻ ഒത്തിരി നേരം ഇരുന്നിട്ടാണ്. കാരണം ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുത്തിരിക്കുന്ന കാരണേ ഞാൻ ഈ ട്രിപ്പിലുണ്ടായില്ലേ എന്ന് പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ മിസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട്. എനിവേയ്സ്, പിന്നെ എനിക്ക് അവിടെ കാണാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലായിടത്തും നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ കിട്ടുന്ന പോലെ തന്നെ ബിയറും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അതുപോലെ ലേഡീസിനൊക്കെ നല്ല ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൺട്രി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ഫൗണ്ടൻ്റെ സൈഡിൽ കൂടി നമുക്ക് റിപ്പബ്ലിക് സ്ക്വയർ വരെ നടക്കാം. അതിൻ്റെ ചില സ്ഥലങ്ങളിൽ റോഡുകളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ അറാറത്ത് ബ്രാൻഡ് മീൻസ് ബിയറിൻ്റെ ഒക്കെ ടോപ്പ് മോസ്റ്റ് ബ്രാൻഡുകളാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. പക്ഷേ അവിടെ എല്ലാം ഉണ്ട്. എല്ലാ ഡ്രിങ്ക്സും എല്ലാ ഷോപ്സിലും എല്ലാം ഉണ്ട്. എല്ലാ ഷോപ്സിലും എല്ലാം ഉണ്ട്. ജ്യൂസും എല്ലാം അവൈലബിൾ ആണ്. അറാറത്തുണ്ട്. നമ്മൾ പുറമേ കാണുന്ന സാധനങ്ങൾ ഐറ്റംസ് കുറവായിരിക്കും അവിടെ കിട്ടുന്നതായ ബ്രാൻഡുകൾ, റഷ്യൻ ബ്രാൻഡുകൾ, അവിടുത്തെ അറാറത്ത് ബ്രാൻഡുകൾ, അതൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെ കൂട്ടാനായിട്ട് ഗോറ് വണ്ടിയുമായി എത്തിക്കഴിഞ്ഞു. പാർക്കിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ ആളെവിടെ ദൂരെ എവിടെയാണ് നിന്നത്. അത് കഴിഞ്ഞിനി ഗോറ് നമ്മളെ കൊണ്ട് നമ്മുടെ
താമസ സ്ഥലം നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. ഗോഡനെയും നമുക്ക് ഇതേപോലെ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡ്രൈവർ വേണമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തതാണ്. ഗോഡല്ല ശരിക്ക് സർജിയാണ് നമ്മളെ ഡ്രൈവർ. പക്ഷേ അന്നത്തെ ദിവസം സർജി ബിസി ആയതുകൊണ്ട് സർജി സ്വന്തമായിട്ട് ചില ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഡബിൾ ട്രീ ബൈ ഹിൽട്ടണിലെത്തി. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം. ഞാനും അനുഷേട്ടനും വേറെ റൂമിലും പിള്ളേരും അമ്മയും വേറെ റൂമിലായിരുന്നു. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഈവനിങ് ആയല്ലേ എത്തിയപ്പോഴത്തേക്കും. ഒരു 5:30 ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ വാഷ്റൂം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തുണിയൊക്കെ ഉണക്കാനായിട്ടൊരു സൈഡിലൊരു ഗ്രില്ല് വെച്ചിട്ട് ഹീറ്റർ അത് വർക്ക് ചെയ്യിച്ചാൽ തുണിയൊക്കെ പെട്ടെന്ന് വാഷ്റൂമിൽ നിന്ന് തന്നെ ഉണങ്ങി കിട്ടണ ഒരു ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ ചേട്ടൻ കണ്ടിട്ടുണ്ട് മുന്നേ അങ്ങനെ ഒരു സിസ്റ്റം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇനി തണുപ്പ് ഞങ്ങൾ പോയ സമയത്ത് അത്ര ഇല്ലെങ്കിലും തണുപ്പ് രാജ്യം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ എനിക്കെന്തായാലും ഇഷ്ടമായ റൂംസ് നല്ല അടിപൊളിയായിരുന്നു. അവിടെ പിന്നെ നമുക്ക് കോഫിയോ ടീയോ ഉണ്ടാക്കണമെങ്കിൽ അവിടുത്തെ കുറച്ച് ഇംഗ്ലീഷ് കോഫിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നമ്മൾ ഓർഡർ മെനൂസ് ഉണ്ടായിരുന്നു, പിസ്സയും അതുപോലെ മെനൂസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടുന്ന്. പിന്നെ അന്ന് വൈകിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ആ സൈഡിൽ മൊത്തം റോസിൻ്റെ ചെടികളായിരുന്നു. ഇതിപ്പോൾ അവിടുത്തെ ബസ്സാണ്. ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. മാത്രമല്ല അതൊരു ജംഗ്ഷനായിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. നമ്മൾ അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ എവിടെ പോയാലും നൈറ്റ് ഞങ്ങൾ ഈ എന്താണ് വണ്ടിയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇറങ്ങും. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ വന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ് ഈ ഹോട്ടലിൻ്റെ. അപ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഞങ്ങൾ നടന്നു. നമുക്ക് ലക്ഷ്യമൊന്നും അറിയില്ല, അങ്ങനെ നടന്ന് ദിക്ക് നോക്കി ഓരോ ബിൽഡിങ് നോക്കി പോയി. അത് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നടന്ന് അപ്പോഴാണ് ആ ഒരു പ്ലേസിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക. നമ്മളിപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ ഒരു ഇത് ചെയ്യാറുണ്ട്. നമ്മൾ ആ ഒരു വൈകിട്ട് എത്ര ടയേർഡാണെങ്കിലും നമ്മളൊന്ന് ഒത്തിരി എത്ര മീറ്റർ നടന്നിട്ടുണ്ട് നമ്മൾ കിലോമീറ്റേഴ്സ്. റുസിയ മാള് വരെ പോയി. റുസിയ മാളിൻ്റെ അകത്ത് കയറി ജസ്റ്റ് കറങ്ങി. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു പാർക്കിൽ പിന്നെ ചെറിയ പർച്ചേസ് ഒക്കെ നടത്തി നമ്മൾ പിള്ളേർക്ക് കണ്ട് ഈ ലിപ് ഗ്ലോസ് കാര്യങ്ങൾ. ഇത് അവിടുത്തെ പാർക്കാന്ന് തോന്നുന്നു. പാർക്ക് അവിടെ ഒരു വലിയ ചർച്ച് കണ്ടായിരുന്നു. പാർക്കിൻ്റെ തന്നെ ഒരു സൈഡാണ്, നമുക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല. പക്ഷെ ഒരു ഏരിയ ഒരു കാർണിവൽ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താ അറിയോ, താലപ്പൊലിക്ക് പോയ പോലെ. അതാണ് ഞാൻ പറഞ്ഞ കാർണിവൽ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഉണ്ട് ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ആൾക്കാർ അത്യാവശ്യം ടൗണിലുള്ളവരൊക്കെ തന്നെ വരുന്നുണ്ട്. കുറേ പേര്. ഒരു വർക്കിംഗ് ഡേ ആണ് നമ്മൾ പോയത്. എന്നാലും അത്യാവശ്യം ലൈവായിരുന്നു. ക്രൗഡഡ് ഫീല് തോന്നുന്ന രീതിയിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു, എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവരെ ടൂറിസ്റ്റുകൾ അധികമില്ല. അവിടുത്തെ നാഷണൽസ് ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്നവരും അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് അവർ കണ്ടത്. നമ്മൾ ഈ ഏരിയ പാർക്കിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഏരിയ ആയിരുന്നു. റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള ഏരിയ. പാർക്കിൻ്റെ തന്നെ ഒരു സൈഡ് ഒരു ചെറിയൊരു ലേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഭക്ഷണം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട പാർട്ടാണ്. കാരണം അവിടെ ലേഡീസൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസും പാർട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം ലൈവായിട്ടുള്ളൊരു ഏരിയ. പിന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് ഇതിനകത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇല്ല, നമ്മൾ ആക്ച്വലി പോയിട്ട് പറഞ്ഞ എങ്ങനെയായിരിക്കും അവിടുത്തെ ഡാൻസും പാട്ടും ഒക്കെ ഉള്ളതൊന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർ പാസ്സാണ്. റോഡ് ക്രോസ് ചെയ്യാനുള്ള അണ്ടർ പാസ്സാണ്. അവിടെയും കുറേ ഷോപ്സ് ഉണ്ട്. ഞാൻ ബെൽറ്റ് വാങ്ങിച്ചിരുന്നു. പിന്നെ പിള്ളേർക്ക് ഒരു ലിപ് ഗ്ലോ നോക്കി ഇറങ്ങിയാണല്ലേ നമ്മൾ. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ പറഞ്ഞിട്ട് അവിടെ ഈ മേക്കപ്പ് ഐറ്റംസ് വളരെ ചീപ്പുമാണ്, വളരെ നല്ലതുമാണ്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും അന്നത്തെ ദിവസം ഇറങ്ങിയത് ഫസ്റ്റ് തന്നെ. കാരണം പിന്നത്തെ ദിവസം ട്രിപ്പുകളൊക്കെ ലോങ് ട്രിപ്പാണ്. അപ്പോൾ വൈകിയാലോ എന്ന് ഓർത്തിട്ടാണ് ഫസ്റ്റ് ദിവസം തന്നെ അങ്ങനെയുള്ള. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. ഇത്രയും വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെച്ച് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കും.